പാവപ്പെട്ടവരുടെ സ്വന്തമായൊരു വീട് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. എന്നാൽ ഈ പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന തുക പലരും ദുരുപയോഗം ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുകളാണ് അടുത്തിടെ പുറത്തുവരുന്നത്. ഏറ്റവും ഒടുവിലായി UPയിൽ 11 സ്ത്രീകൾ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ലഭിച്ച ആദ്യ ഘട്ടവുമായി തങ്ങളുടെ കാമുകന്മാരോടൊപ്പം ഒളിച്ചോടിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. നിരവധി പേരാണ് വാർത്ത സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒളിച്ചോടിപ്പോയ സ്ത്രീകളുടെ ഭർത്താക്കന്മാരാണ് വിവരം അധികൃതരെ അറിയിച്ചിരിക്കുന്നത്. സംഭവം സംസ്ഥാനത്ത് വലിയ വിവാദമായതോടെ ഇവർക്കുള്ള അടുത്ത ഗഡു വിതരണം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനാണ് അധികൃതരുടെ തീരുമാനം. ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ചിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത്. ഈ ജില്ലയിൽ 2350 പേർക്കാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിക്ക് കീഴിൽ വീട് വയ്ക്കാനുള്ള പണം ലഭിച്ചത്. തുത്തിബാരി, ശീത്ലാപൂർ, ജാതിയ, രാംനഗർ, ബഗുൽദിഹ, ഖസ്ര, കിഷുൻപൂർ, മേധൌലി എന്നീ ഗ്രാമങ്ങളിൽ നിന്നുള്ള ഗുണഭോക്താക്കൾക്കാണ് പദ്ധതി പ്രകാരമുള്ള പണം ലഭിച്ചിട്ടുള്ളത്. ഗുണഭോക്താക്കളിൽ പലരുടെയും വീടുകളുടെ നിർമ്മാണം ഏകദേശം പൂർത്തിയായിട്ടുമുണ്ട്. എന്നാൽ ഇതിൽ 11 സ്ത്രീകളാണ് ആദ്യ ഗഡുവായ 40,000 രൂപ കൈക്കലാക്കി തങ്ങളുടെ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. കാമുകന്മാരോടൊപ്പമാണ് ഇവർ പോയതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സമാനമായ സംഭവം ബാരബങ്കി ജില്ലയിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. ദരിദ്രരും മധ്യവർഗ വിഭാഗത്തിൽപ്പെട്ടതുമായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. വീട് വയ്ക്കാനായി 2.5 ലക്ഷം രൂപയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അടിസ്ഥാനമാക്കിയാണ് പണം നൽകുന്നത്. ഈ പദ്ധതിക്ക് കീഴിൽ എന്തെങ്കിലും പൊരുത്തക്കേട് റിപ്പോർട്ട് ചെയ്താൽ അധികാരികൾക്ക് പണം തിരികെ ചോദിക്കാനുള്ള വ്യവസ്ഥയും ഇതിലുണ്ട്.